വിശ്വപൗരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ എന്നതാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞത്. അദ്ദേഹം ഈ കേരളത്തിന്റെ കാര്യങ്ങളൊന്നും നോക്കി ബുദ്ധിമുട്ടണ്ട എന്ന തരത്തിൽ. ഇന്നലെ സർവേയുടെ വാർത്തകൾ കൂടി വന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ തരൂർ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ ഉളവാക്കിയിരുന്നു. അദ്ദേഹം NSS ആസ്ഥാനത്ത് പോകുന്നു, കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നു, പാണക്കാട് പോകുന്നു, ലീഗ് നേതാക്കളുമായിട്ട് അങ്ങനെ മുന്നണി ബന്ധം ഉറപ്പിക്കുന്നു, കൂടുതൽ പേരുടെ പിന്തുണ തേടുന്നു. യൂത്ത് കോൺഗ്രസിലും മറ്റുമൊക്കെ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു എന്നതൊക്കെ കണ്ടു. പക്ഷേ അതൊക്കെ വിട്ടിപ്പോൾ തരൂർ BJP പാളയത്തിൽ എത്തിയിരിക്കുന്നു എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മാണിക്യം ടാഗോർ വീണ്ടും അദ്ദേഹത്തെ പക്ഷി ട്വീറ്റുമായി ബന്ധപ്പെടുത്തി ഒന്ന് വിമർശിച്ചിട്ടുണ്ട്. BJPയുടെ തത്തയായി മാറി തരൂർ എന്ന നിലയിലാണ്. അങ്ങനെ ഒരു മാറ്റം തരൂരിൽ ഉണ്ടായിട്ടുണ്ടോ? താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? തരൂരിൻ്റെ മാറ്റം വളരെ പ്രകടമാണ്. തരൂരിൻ്റെ സംസാരത്തിലും പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളിലും ഫേസ്ബുക്ക് മെസ്സേജുകളിലും ഒക്കെ അത് കാണാം. അത് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം, ദേശീയത എന്നീ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു BJP ലൈനിലുള്ള ഒരു രീതിയാണ്, സംസാര രീതിയാണ്. ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻറ്റും കൂടിയാണ്. എനിക്ക് തോന്നുന്നു അത് അദ്ദേഹം അത്ര കണ്ട് പൊളിറ്റിക്കലായിട്ടല്ല ചിന്തിക്കുന്നത്, അത്ര കണ്ട് പൊളിറ്റിക്കലായിട്ടല്ല അദ്ദേഹം പ്രസംഗിക്കുന്നത്, പറയുന്നത്, കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നതാണ് അതിന് കാരണം. അത് പക്ഷേ അദ്ദേഹത്തിന് അറിയാം, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് അറിയാം, നന്നായിട്ട് അറിയണം. അദ്ദേഹം വളരെ ബുദ്ധിയുള്ള ആളാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യവും തന്നെയാണത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം വർക്കിംഗ് പ്രവർത്തക സമിതി അംഗമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ തരൂർ ഇങ്ങനെ അന്താരാഷ്ട്ര വേദികൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെ ഇന്ത്യയിലെ ഭരണകക്ഷിയെക്കുറിച്ചാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിയുടെ നേതാവ് പറയുന്നത് ശരിയല്ല, രാഷ്ട്രീയമായിട്ട് ഒട്ടും ശരിയല്ല, അത് സംശയമൊന്നുമില്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണത് പറയുന്നത്. പക്ഷെ അത് പറയാനൊരു കാരണങ്ങൾ പലതാണ് തരൂരിൻ്റെ ഭാഗത്തു നിന്ന്. കാരണം തരൂർ ഇപ്പോഴും വളരെയധികം ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വില അറിയാം. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കോൺഗ്രസ് പാർട്ടിക്ക് തരൂരിൻ്റെ വില അറിയാതെ പോയി, മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ട് തന്നെയല്ല, ഇദ്ദേഹം ഒന്നും വളർന്നു വന്നാൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടത്തില്ല എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയുണ്ട്. ഡൽഹിയിലെ കാര്യം പറയുകയും വേണ്ട. അതുകൊണ്ട് ശശി തരൂരിനെ അധികാരത്തിലേക്കെന്നല്ല, ഒരു പ്രസംഗവേദിയിലേക്ക് പോലും അടുപ്പിക്കാൻ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തയ്യാറായിട്ടില്ല. അകറ്റി നിർത്തുക അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്. ലോക്സഭാ അംഗമാണ്. ലോക്സഭാ അംഗമായ ശശി തരൂരിനെ ലോക്സഭയിൽ നിന്ന് പ്രസംഗിക്കാൻ വേദി കൊടുക്കില്ല. അതൊക്കെ നിർബന്ധ ബുദ്ധിയോടുകൂടി നിർബന്ധമായിട്ട് തരൂരെങ്ങനെ പ്രസംഗിക്കണ്ട, തരൂരെങ്ങനെ ആളാകണ്ട എന്ന് പറയുന്നവർ ഒരിക്കലും തരൂരിൻ്റെ എന്നല്ല ആളാകാനേ പറ്റാത്ത നേതാക്കന്മാരാണെന്ന് ഓർക്കണം. കോൺഗ്രസിൻ്റെ അതാണ് കോൺഗ്രസിൻ്റെ ശാപം. ഇന്ന് കോൺഗ്രസിൻ്റെ ശാപം എന്ന് പറയുന്നത് തരൂരിനെ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല, ഒരു ആളത്വമില്ലാത്ത, ഉയർച്ചയില്ലാത്ത, വലിപ്പമില്ലാത്ത നേതാക്കൾ. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ആ നേതാക്കളാണ് കോൺഗ്രസിനെ പോലെ ശശി തരൂരിനെ പോലെ തലയെടുപ്പുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ വേണ്ട എന്ന് പറയുന്നത്. വളരെ നിർഭാഗ്യകരമാണിതെല്ലാം. ഞാൻ എപ്പോഴും ശശി തരൂരിനെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നയാളാണ്, ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ ശശി തരൂരിൻ്റെ സംസാരം ഒരിക്കലും രാഷ്ട്രീയമായി ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിൻ്റെ ആളാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്, നേതാവാണ്, സമുന്നതനായ നേതാവാണ്. പക്ഷേ ആ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഇത് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ജോലി അതല്ല, അദ്ദേഹത്തിൻ്റെ കർമ്മം അതല്ല. ആ കർമ്മപഥം തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ ഇരിക്കാൻ അർഹതയില്ല. എന്നിട്ട് അദ്ദേഹം BJPയിൽ പോകുമെന്നോ നാളെ
നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിക്കുമെന്നോ കാവിക്കൊടി പുതയ്ക്കുമെന്നോ കാവിക്കൊടി എന്ത് ചെയ്യുക സ്ത്രീയെയും കൊണ്ട് നടക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല, അങ്ങനെ കണക്കാക്കുന്നുമില്ല. പക്ഷേ അദ്ദേഹം നിലപാട് വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. ആത്യന്തികമായിട്ട് കുറേ ദിവസങ്ങളായി ശശി തരൂരിൻ്റെ ക്ലാരിറ്റി അദ്ദേഹത്തിന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം ശശി തരൂരിന് കൈമോശം സംഭവിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്, അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. ശരി, തിരുത്താൻ കഴിയുമെങ്കിൽ അദ്ദേഹം തിരുത്തേണ്ടതുമാണ്. ശ്രീ കെ ഷാജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്.